കെ.പി.സി.സി വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കും. കെ.പി.സി.സി പുനഃസംഘടനയിലെ അതൃപ്തിയെ തുടർന്ന് കെ മുരളീധരൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. മുരളീധരൻ നിർദ്ദേശിച്ച പേരുകൂടി ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. മുരളീധരനുമായി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൂടിക്കാഴ്ച നടത്തും. വടക്കൻ മേഖലാ യാത്രാ ക്യാപ്റ്റനായ മുരളീധരൻ ഗുരുവായൂരിൽ നിന്ന് പന്തളത്തേക്ക് കാറിൽ യാത്ര തിരിച്ചുവെന്നാണ് അറിയുന്നത്. എന്നാൽ വിവാദങ്ങളോട് പ്രതികരിക്കാൻ മുരളീധരൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, കെ.പി.സി.സി പുനഃസംഘടനയിലുള്ള അമർഷം അത് വലിയ രീതിയിൽ ശക്തമായി തന്നെ മുരളീധരൻ അറിയിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇതെല്ലാം പറഞ്ഞു തീർത്ത് വീണ്ടും ഇതിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതും മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് പന്തളത്തേക്ക്, അല്ലേ? ഉണ്ടായിരുന്നത് എല്ലാ 1-ാം തീയതിയും ഗുരുവായൂർ ക്ഷേത്ര ദർശനം അദ്ദേഹത്തിന്റെ ശീലങ്ങളിലൊന്നാണ്. അദ്ദേഹം രാവിലെ ഗുരുവായൂരിലെത്തി വൈകുന്നേരം 3:45 ജനശതാബ്ദിയിൽ തിരുവനന്തപുരത്തേക്ക് പോകാനാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചത്. ഇത് വലിയ വാർത്തയായതോടുകൂടി പാർട്ടിയും മുരളീധരനും ഒക്കെ തന്നെ പ്രതിരോധത്തിലാവുന്ന ഒരു സ്ഥിതിയായിരുന്നു. കാരണം ജാഥ ക്യാപ്റ്റൻ തന്നെ സമാപന യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് ജാഥയുടെ ആകെ ഒരു പ്രസക്തി നഷ്ടപ്പെടുന്ന ഒന്നാവും. സർക്കാരിനെതിരെ ശബരിമല വിഷയത്തിൽ ഇത്രയും കടുത്തൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത് തിരിച്ചടിയാകുമെന്ന് നേതൃത്വത്തിന് ബോധ്യമുണ്ടായിരുന്നു. മുരളീധരന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിന്റെ അനുയായികളിൽ അദ്ദേഹം നൽകിയ പേരുകളിൽ ചിലർക്ക് വേണ്ട അംഗീകാരം ലഭിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോസ് വള്ളൂരിനെ പോലെ തൃശ്ശൂരിലെ നേതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ തോൽവിക്ക് കാരണമായി എന്ന് മുരളീധരൻ വിശ്വസിക്കുന്ന നേതാവ്, അദ്ദേഹത്തിനാണെങ്കിൽ പോസ്റ്റ് കിട്ടുകയും ചെയ്തു. ഇതൊക്കെ തന്നെ മുരളീധരന് അതൃപ്തിക്ക് കാരണമായിരുന്നു. ഇത് തന്നെയും മുരളീധരനുമായി സംസാരിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും എങ്ങനെ പരിഹരിച്ചു എന്നുള്ളത് കൂടിയാണ് നടരാജ്. കാരണം നമുക്കറിയാം, ഇപ്പം ജാഥയുടെ ക്യാപ്റ്റൻ പോലും പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നത് അത് വലിയ നാണക്കേട് കോൺഗ്രസിന് ഉണ്ടാക്കുകയും ചെയ്തു. അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നതിന് മുമ്പ് അത് ഒതുക്കാമെന്ന രീതിയിൽ എന്ത് പറഞ്ഞാണ് അനുനയിപ്പിച്ചത് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ടതാണല്ലോ. കെ.പി.സി.സിയിൽ പട്ടികയുടെ പ്രഖ്യാപനങ്ങൾ പൂർണ്ണമായിട്ടില്ല എന്ന കാര്യം നമുക്കറിയാം. ഇനിയും പല പട്ടികകളും വരാനുണ്ട്. പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റൊക്കെ വരാനുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ആളുകളുടെ പേരുകൾ ആ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യം നേതൃത്വം പരിശോധിക്കും. അതല്ലെങ്കിൽ തന്നെയും ഹാരിസിന്റെ കാര്യത്തിലൊക്കെ തന്നെ ന്യൂനപക്ഷ തന്നെ പദവി നൽകാവുന്നതേ ഉള്ളൂ. അത്തരം പോസ്റ്റുകളുടെ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഇനി വരേണ്ടതുണ്ട്. അത് ഉണ്ടാക്കാമെന്നും മറ്റും നേതൃത്വം അറിയിച്ചതായാണ് അറിയുന്നത്.